പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം തന്നെ ലോകത്തിനെന്നും മാതൃകയായിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യം കൊണ്ടല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് മറ്റെന്ത് മഹത്വമാണ് ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യാനുള്ളത്? വൈവിധ്യവും വൈരുദ്ധ്യവും എങ്ങനെയാണ് സമഞ്ജസമായി സമ്മേളിക്കുന്നത് എന്ന് ഇന്ത്യ രാജ്യം ലോകത്തിന് കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ നേരെ ലോകത്തിൻ്റെ കണ്ണും കരളും പല കാലത്തും തിരിയാൻ കാരണമായിട്ടുള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ രാജ്യം അതിൻ്റെ മഹിതമായ സനാതനമായ അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ രാജപാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പുതിയ റൂട്ടിലൂടെ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നുവോ എന്ന് ഖേദത്തോടുകൂടി, വേദനയോടുകൂടി ഇന്ത്യൻ ജനത ചിന്തിക്കേണ്ട ഒരു ദുർവഹമായ സാഹചര്യത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രശ്നം എന്ന് ഞാൻ നിങ്ങളോട് വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് വേറിട്ട ഒരു പൈതൃകമുണ്ട്. അത് ഞാൻ പറയുന്നത് മറ്റേതെങ്കിലും ഒരു മതത്തോടുള്ള ഈ സമൂഹത്തിൻ്റെ ഒരു അടിച്ചേൽപ്പിക്കൽ മനോഭാവത്തിൻ്റെ പേരിലല്ല. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായ ഒരു അവകാശമുണ്ട് എന്ന് ഞാൻ ഈ സമ്മേളനത്തിൽ പറയുന്നത് പ്രത്യേകമായി നാം അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇന്ത്യ രാജ്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മാതൃഭൂമിയാണ്. യാതൊരു തർക്കവുമില്ല, എല്ലാവരുടെയും മാതൃഭൂമിയാണ്. മാതൃഭൂമിയാണെന്നതിൻ്റെ പേരിൽ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഈ രാജ്യത്തെ എല്ലാവരും. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവർ ഈ രാജ്യത്ത് ജനിച്ചുപോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവർ ജനിച്ചത് പാകിസ്ഥാനിലാണെങ്കിൽ അവരുടെ മാതൃഭൂമി പാകിസ്ഥാനാണ്. അവർ ജനിച്ചത് നേപ്പാളിലാണെങ്കിൽ അവരുടെ മാതൃഭൂമി നേപ്പാളാണ്. അവർ ജനിച്ചത് വത്തിക്കാനിലാണെങ്കിൽ അവരുടെ മാതൃഭൂമി വത്തിക്കാനാണ്. അത്തരത്തിൽ അവർ മാതൃഭൂമി എന്ന നിലയിൽ അതാത് രാജ്യങ്ങളെ ജന്മം കൊണ്ട് സ്നേഹിക്കേണ്ടി വരും. ഒരു രാജ്യത്തെ മാതൃഭൂമി എന്നതിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു എന്നത് മനുഷ്യസഹജമായ ഒരു സംഗതിയാണ്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും പ്രത്യേകമായ ഒരു മഹത്വമൊന്നും വകവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ വളരെ വ്യക്തമായി കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ രാജ്യത്തിന് മുസ്ലിം ലോകത്തിനുള്ള ബന്ധവും കടപ്പാടും ഇന്ത്യ രാജ്യം ജന്മം കൊണ്ടവൻ്റെ മാതൃഭൂമിയാണ് എന്ന ബന്ധം മാത്രമല്ല, അതുണ്ടവന് മാതൃഭൂമിയാണ് ഇന്ത്യൻ മുസൽമാൻ്റെ മാതൃഭൂമിയാണ് ഇന്ത്യ. പക്ഷേ അതിനപ്പുറത്തൊരു ബന്ധം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്, ഒരു സംസ്കാരത്തിന്, ഒരു പ്രത്യയശാസ്ത്രത്തിന്, ഒരു മതവിഭാഗത്തിന് ഇന്ത്യ രാജ്യത്തോടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ മുസൽമാന് മാത്രമാണ് എന്ന് ഞാൻ പറയുകയാണ്. ആ ബന്ധം മറ്റൊന്നുമല്ല, ഇന്ത്യ രാജ്യം മുസൽമാന്റെ പിതൃഭൂമി കൂടിയാണ്. ഇന്ത്യ രാജ്യം മുസൽമാന്റെ പിതൃഭൂമി കൂടിയാണ്. എങ്ങനെയാ പിതൃഭൂമിയായത്? നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ലോകത്ത് ഇസ്ലാമിൻ്റെ ഉത്ഭവം എവിടെയാ? പലരും പെട്ടെന്ന് പറയുക അത് സൗദി അറേബ്യയിലാണെന്നാ. പക്ഷെ ഇസ്ലാമിൻ്റെ ഉത്ഭവം സൗദി അറേബ്യയിലല്ല. മുഹമ്മദ് നബി പിറവി കൊണ്ടു എന്ന കാരണം കൊണ്ട് സൗദി അറേബ്യയിലെ മക്കയിൽ മുഹമ്മദ് നബി ജനിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം പിറന്നത് സൗദി അറേബ്യയിലല്ല. ഇസ്ലാം ജനിച്ചത് മുഹമ്മദ് നബിയാണ് ഇസ്ലാമിൻ്റെ സ്ഥാപകനെന്ന് ചിലരൊക്കെ പലപ്പോഴും എഴുതി വയ്ക്കുന്ന പുസ്തകത്താളുകളിലൊക്കെ ചിലയിടത്ത് എഴുതി വയ്ക്കുമ്പോൾ അതിനെതിരിൽ ശക്തമായി പ്രതിഷേധിക്കാറുണ്ട് മുസ്ലിം സമുദായം. എല്ലാവർക്കും അതറിയാം. അത് മുഹമ്മദ് നബിയോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല, കാരണം മറ്റൊന്നുമല്ല, ഇസ്ലാമിൻ്റെ ഉദ്ഘാടകൻ മുഹമ്മദ് നബി അല്ല. മുഹമ്മദ് നബിയുടെ മതമല്ല ഇസ്ലാം. ആണെന്നാരെങ്കിലും പറയോ? ഈ മഹത്തായ വേദിയിലിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാർ പറയുമോ? എന്നെ ശ്രവിക്കുന്ന ആദരണീയരായ ശ്രോതാക്കൾ പറയുമോ? എവിടെയാണ് ഇസ്ലാമിൻ്റെ ആവിർഭാവം, ഉത്ഭവം? ഇസ്ലാം ഉത്ഭവിച്ചത് ഇന്ത്യയിലാണ്. ഇസ്ലാം എവിടെ തുടങ്ങി? ഇസ്ലാം ആദമിൽ തുടങ്ങി, അല്ലേ? ഇസ്ലാം ആരിലാണ് ആരംഭിച്ചത്? ആദം എന്ന് പറയുന്ന ആദ്യ മനുഷ്യനിൽ ഇസ്ലാം തുടങ്ങി. ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ ആദമാണ്. ഇന്ത്യയിലെ മുസൽമാന്റെ പൗരത്വം എന്താ? ഇന്ത്യയിലെ മുസൽമാന്റെ പൈതൃകം എന്താ? അവൻ എന്നോ വന്നവനാണ്. ഏതോ കൊള്ളക്കാരായ രാജാക്കന്മാരിലൂടെ കടന്നു വന്നവനാണ്. അതുകൊണ്ട് അവരുടെ സ്മാരകങ്ങളൊക്കെ ഞങ്ങൾ ഇടിച്ചു പൊളിക്കാൻ പോവുകയാ. മുസൽമാനെ തന്റെ ഇന്ത്യയിലെ പൗരത്വം തറത്താക്കിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ മുസൽമാന്റെ പൈതൃകം ചോദ്യം ചെയ്യുന്നവരെ നിങ്ങളൊന്നറിയുക, ഇന്ന് വരെ ഞങ്ങൾ ഇതൊന്നും ഈ രാജ്യത്തോട് പറഞ്ഞിട്ടില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഹങ്കരിച്ച് ഈ രാജ്യനിവാസികളായ ഞങ്ങളുടെ സഹോദര സമുദായങ്ങളെ വേദനിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ടാ. അപ്പണി ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാ.
അതുകൊണ്ടാണ് ഇന്ത്യ ഇസ്ലാമിൻ്റെതാണ്, ഇന്ത്യയിലാണ് ഇസ്ലാമിൻ്റെ ഉത്ഭവം എന്നൊക്കെ ഞങ്ങൾ ഇതിനകം പറയാതിരുന്നത്. അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താത്തത് അതുകൊണ്ടാ, വസ്തുത അതല്ലാത്തത് കൊണ്ടല്ല. അത് ഞങ്ങൾ ഇനിയും നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് വിട്ടു തന്നിട്ട് മറ്റുള്ളവർ വന്നവർ പൊക്കോ എന്ന് പറയാൻ ഞങ്ങളില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല, അത് ഞങ്ങളുടെ പാരമ്പര്യമല്ല. പക്ഷേ പറയേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പറയുകയാണ്, ഇസ്ലാമിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഇസ്ലാം തുടങ്ങിയത് മുഹമ്മദ് നബിയാണെന്ന് വിശ്വസിക്കുന്നവരല്ല. ഇസ്ലാം ആദ്യത്തെ മനുഷ്യൻ ആദം നബിയിലൂടെ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നവരാണ് എല്ലാ മുസ്ലിങ്ങളും, അല്ലേ? ആദം നബി മുസ്ലിമായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ലേ? പിന്നീട് വന്ന ഇബ്രാഹിം നബി മുസ്ലിം അല്ലേ? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ മുസ്ലിമ, അല്ലേ? ഇബ്രാഹിം നബി മുസ്ലിമാ, ഖുർആൻ പറഞ്ഞില്ലേ? മൂസ നബി മുസ്ലിമാ എന്ന് പറഞ്ഞില്ലേ? ഈസ നബി മുസ്ലിമാ എന്ന് പറഞ്ഞില്ലേ? ഏത് നബിയാണ് മുസ്ലിമാണെന്ന് മുസ്ലിം വിശ്വസിക്കാത്തത്? മുഹമ്മദ് നബിയെപ്പോലെ ഒരു പ്രവാചകനായി ക്രൈസ്തവ ലോകത്തിൻ്റെ ആരാധ്യനായവർ അംഗീകരിക്കുന്ന ശ്രീ യേശുവിനെ അംഗീകരിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ ഇസ്ലാമിലെ പൗരത്വം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഒരു മുസൽമാന്റെ റദ്ദാകുന്നു എന്ന് പഠിപ്പിച്ച മഹനീയമായ സംസ്കാരമാണ് ഇസ്ലാം. അഥവാ ഈസാ പ്രവാചകൻ മുസ്ലിമാണ്, മോസസ് പ്രവാചകൻ മുസ്ലിമാണ്. ഖുർആൻ അവരെ മുഹമ്മദ് നബിയുടെ സ്ഥാനത്ത് നബി എന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം നബി മുസ്ലിമാണ്, നോഹ പ്രവാചകൻ നൂഹ് നബി മുസ്ലിമാണ്. ആദ്യത്തെ നബിയായ യാ ബനി ആദം ഖുർആൻ വിളിക്കുന്നത് ആദമിന്റെ മക്കളെ എന്നാണ്. മനുഷ്യരാശിയെ ആദമിന്റെ മക്കളെ എന്ന് വിളിക്കുന്നു. ഈ ആദം എവിടാ പിറന്നേ? ആദമിനെ അള്ളാഹു പടച്ചത് സ്വർഗത്തിലാണ്. മുസ്ലിം ലോകത്തിന്റെ ഇസ്ലാമിക വിശ്വാസമാണ്. ആ സ്വർഗലോകത്ത് നിന്ന് അള്ളാഹു ആദമിനെ ഭൂമിയിലേക്ക് നിഷ്കാസിതനാക്കിയപ്പോൾ ആദം വന്ന് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ആദ്യമായി കാലൂന്നിയത് ചന്ദ്രനിൽ നീലാംസ്ട്രോങ് കാലുകുത്തി എന്ന് പറയുന്ന പോലെ നമ്മുടെ പിതാവ്, മനുഷ്യവംശത്തിന്റെ പിതാവായ ആദം നബി ലോകത്ത് ഭൂമിയിൽ വന്ന് ആദ്യമായി പദമൂന്നിയത് അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ ആദം മലയിലാണ് എന്ന് മുസ്ലിം ലോകം ഉറച്ചു വിശ്വസിക്കുന്നില്ലേ? ശ്രീലങ്കയെ ഇന്ത്യ അല്ലാതാക്കിയത് നമ്മളല്ലല്ലോ, മുസ്ലിങ്ങളല്ലല്ലോ. പാകിസ്ഥാനെ ഇന്ത്യ അല്ലാതാക്കിയത് നമ്മളല്ലല്ലോ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ദേശസ്നേഹികളല്ലല്ലോ. ബംഗ്ലാദേശിനെ നമ്മളല്ലല്ലോ, അഫ്ഗാൻ, ഇതെല്ലാം ഇന്ത്യയുടെ അവിഭാജ്യ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ആ മഹത്തായ ഹിന്ദുസ്ഥാനിൽ ഈ രാജ്യത്തിന് നാമം പോലും നൽകിയത് MP വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ രാമന്റെ ദുഃഖത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന് ഹിന്ദുസ്ഥാൻ എന്ന് പേര് കൊടുത്തത് അറബികളും പേർഷ്യക്കാരുമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നാമം നെഹ്റു. കാശ്മീരി പണ്ഡിറ്റായ ജവഹർലാൽ നെഹ്റുവിന് അദ്ദേഹത്തിന്റെ നാമം കിട്ടിയത് നദിക്കരയിൽ താമസിക്കുന്നത് കൊണ്ട് നദിക്ക് അറബിയിൽ പറയുന്ന പേര് നെഹ്ർ എന്നാണ്. അതുകൊണ്ട് നദിക്കരയിൽ താമസിച്ചയാളെന്ന അർത്ഥത്തിൽ കിട്ടിയതാ നെഹ്റു എന്ന്. ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടതെല്ലാം രാജ്യത്തിന്റെ പേര് മുസൽമാൻ നൽകിയതാണത്രേ. അതുപോലെ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് മുസ്ലിം സംസ്കാരത്തിൽ നിന്ന് വന്നതാണത്രേ. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യൻ അവനെ ഇന്ത്യ വിളിക്കുന്ന പേരെന്തെന്നറിയോ? ആദമി എന്നാണ്. ഇന്ത്യ ആദമിന്റെ മണ്ണാണ്. ആദമിൽ നിന്നാണ് കുല്ലുക്കും മിൻ ബനി ആദം വ ആദമു മിൻ തുറാബ്. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിക്കൊണ്ട് മനുഷ്യരാശിയെ മുഴുവൻ അറഫയിൽ കറുത്തവൻ വെളുത്തവൻ ഭേദമില്ലാതെ ഉച്ചനീചത്വങ്ങൾക്കെല്ലാം അതീതമായി അറഫയുടെ മൈതാനിയിൽ 23 കൊല്ലക്കാലത്തെ ത്യാഗനിർഭരമായ അധ്വാനത്തിനൊടുവിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മഹാനായ പ്രവാചകൻ തന്റെ ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. അയ്യുഹന്നാസേ, ജനങ്ങളെ. അവിടെ രാജ്യാതിർത്തികൾക്ക് അതീതമായി മാനവവംശത്തെ ഒന്നിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാനായ പ്രവാചകൻ അല്ലയോ ജനങ്ങളെ എന്നാണ് വിളിച്ചത്. രാഷ്ട്രാതിർത്തികളുടെ പേരിൽ നമ്മളെ രാഷ്ട്രത്തെ അതിർതിരിക്കുന്നത് ഒരു തെറ്റായി നാം ആരും കാണുന്നില്ല. ഭരണ സൗകര്യത്തിന് വേണ്ടി അത് ചെയ്യുന്നത് തികച്ചും ന്യായമാ. പക്ഷേ രാഷ്ട്രാതിർത്തികളുടെ പേരിൽ മനുഷ്യരാശിയെ വേർതിരിക്കുന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് അത് കഴിയൂ. ഒരിക്കലും അത് കഴിയാത്തതാണ്. മഹാനായ പ്രവാചകൻ വിളിച്ചു, യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദുൻ. നിങ്ങളുടെ രക്ഷിതാവ് ഒറ്റയാനാണ്, അവിഛിന്നനാണ്, ഏകനാണ്. ഇന്ന റബ്ബക്കും വാഹിദുൻ വ ഇന്ന അബാക്കും വാഹിദുൻ. നിങ്ങളുടെ പിതാവും ഏകനാണ്.
കുല്ലുക്കും മിൻ ബനി ആദം വ ആദമു മിൻ തുറാബ് വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാം ആദമിന്റെ മക്കളാണ്. ഇന്ത്യയിൽ പിറന്ന, ഇന്ത്യയിൽ വന്നിറങ്ങിയ ആദമിന്റെ മക്കളാ നിങ്ങൾ. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇന്ത്യയുടെ പുത്രന്റെ മക്കളാ നിങ്ങൾ. മുഹമ്മദ് നബിക്ക് അത് പറയാൻ നാണം ഉണ്ടായില്ല, ഒരു മടിയുണ്ടായില്ല. ഇന്ത്യക്കാരനായ ഇന്ത്യയിൽ ജീവിതം ആരംഭിച്ച മുഹമ്മദ്, ആദമിന്റെ മക്കളാണ് നിങ്ങൾ. ആദമു മിൻ തുറാബ്. ആദമോ പൊന്ന് കെട്ടിയവനല്ല, പൊന്നിൽ നിന്നും വെള്ളിക്കട്ടിയിൽ നിന്നും പിറന്നവനല്ല. ആദമോ മണ്ണിന്റെ മകനാണ്. ആദമു മിൻ തുറാബ് എന്ന് ലോകത്തെ മാനവികതയുടെ ഏകത പഠിപ്പിച്ചു പോയ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞു, ആദമിന്റെ മക്കളാ. ആ ആദമിന്റെ മക്കളാണെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ ഇസ്ലാമിൽ നമുക്ക് സ്ഥാനമില്ല. ഓരോ മുസ്ലിമും, അവൻ സൗദി അറേബ്യക്കാരനാണെങ്കിലും ആദമിന്റെ മണ്ണെന്ന നിലയിൽ ഇന്ത്യയെ ആദരിക്കുന്നുണ്ട്. ആദമിന്റെ മന്റെ പിതാവിന്റെ തറവാട് എന്ന വിധത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നവനാ സൗദി അറേബ്യക്കാരൻ. തറവാട് മുസൽമാൻ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ്, മറ്റൊരു രാജ്യമില്ല, അത് ഇന്ത്യയാണ്. അങ്ങനത്തെ ഒരു രാജ്യം. അപ്പോൾ എവിടെ തുടങ്ങുന്നു മുസൽമാന്റെ വരവ്? പൗരത്വം ആരോടാ തെളിയിക്കണ്ടേ? പൗരത്വം എവിടെ പോയാൽ തെളിയിക്കണ്ടേ? ആരാണ് പൗരത്വം ചോദിക്കാൻ മാത്രം ഇവിടെ യോഗ്യരായതെന്ന് നാം ശരിക്കും ആലോചിക്കണം. അങ്ങനെ ആദമിന്റെ മകനായി പിറന്നു എന്ന് അഭിമാനത്തോടുകൂടി സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട്, ഹിജാസിൽ നിന്നുകൊണ്ട്, മക്കയിൽ നിന്നുകൊണ്ട്, അറഫയിൽ നിന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ പ്രഖ്യാപിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ആദമിന്റെ മക്കളാണ് ഈ മനുഷ്യ മക്കൾ എന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യം നൽകുന്ന സാക്ഷ്യപത്രം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു, രാജ്യത്തിന്റെ പേര് നൽകിയത് മുസ്ലിം സംസ്കാരമാണ്, ഇന്ത്യ, ഹിന്ദുസ്ഥാൻ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പേര് നൽകിയത് ഇസ്ലാമിക സംസ്കാരമാണ്, നെഹ്റു. ഇന്ത്യ രാജ്യത്തല്ല ജീവിക്കുന്ന മനുഷ്യന് മനുഷ്യനെന്ന് വിളിക്കാൻ നാമം നൽകിയതാരാണ്? ഇന്ത്യയിലെ മനുഷ്യനെ വിളിക്കുന്ന പേരെന്താ? നിങ്ങൾ പറ. ഇന്ത്യയിലെ മനുഷ്യനെ വിളിക്കുന്ന പേരെന്താ? ഹിന്ദി ഇന്ത്യയുടെ ദേശഭാഷയായ രാഷ്ട്രഭാഷയിൽ മനുഷ്യനെ പറയുന്നത് എങ്ങനെയാ? ഹിന്ദിയുടെ ഡിക്ഷണറി പരിശോധിച്ചിട്ടുള്ളവനാണ് ഞാൻ. മനുഷ്യനെ വിശേഷിപ്പിക്കാൻ, വിളിക്കാൻ ഹിന്ദി ഡിക്ഷണറിയിൽ രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് ആദമി, രണ്ട് ഇൻസാൻ. അത് അറേബ്യ എന്ന് വന്നതാണ്. മുസ്ലിം അല്ലാത്ത ഹിന്ദു എഴുതിയ ഇന്ത്യൻ രാഷ്ട്രഭാഷയായ ഉറുദുവിലല്ല, അറബിയിലുമല്ല, ഇന്ത്യയുടെ ദേശീയ ഭാഷ. ആ ഭാഷയിൽ മനുഷ്യനെ വിളിക്കാൻ ആദമി എന്നൊരു പദം എങ്ങനെ വന്നു? ആദമിന്റെ മക്കളെന്ന് ഇന്ത്യക്കാരനെ വിളിക്കപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രഭാഷയിൽ. ലോകത്തൊരു ഭാഷയിലും അതില്ല. സ്പാനിഷ് ഭാഷയിൽ മനുഷ്യനെ ആദമി എന്ന് വിളിക്കൂല, ജർമ്മൻ ഭാഷയിൽ വിളിക്കൂല, ഇംഗ്ലീഷ് ഭാഷയിൽ വിളിക്കൂല, ലോകത്ത് വേറൊരു ഭാഷയിലുമില്ല, ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകളിലുമല്ല. ഇന്ത്യൻ രാഷ്ട്രഭാഷയുടെ നിഘണ്ടുവിൽ മനുഷ്യനെ വിളിക്കുന്ന പേര് ആദമി എന്നാണെങ്കിൽ ഇന്ത്യ അത് സമ്മതിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രഭാഷ അത് വിളംബരം ചെയ്യുന്നു. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും അത് അംഗീകരിക്കുന്നു. അടുത്ത കാലത്ത് ഡൽഹിയിൽ പിറന്ന് വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങി വന്ന അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പാർട്ടിക്ക് പേരിട്ടപ്പോഴും വിളിച്ചതെന്തെന്നാണ്? ആദമി എന്നാണ്. മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ആദമി എന്നതാണ് ഏറ്റവും ഫിറ്റായ പേരെന്ന് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ്. ഈ ഒരൊറ്റ കാര്യം മാത്രം പോരെ ഇന്ത്യ ആദമിന്റെ മക്കളുടേതാണെന്ന് തെളിയിക്കാൻ. എന്നിട്ടും ഞങ്ങൾ ഇന്നോളം പറഞ്ഞോ, 1000 ആണ്ട് ഇന്ത്യ അടക്കി ഭരിച്ച മുഗൾ ഭരണകർത്താക്കൾ പോലും പറഞ്ഞു, ഇന്ത്യ ഞങ്ങളുടേതാണ്, പുറത്തു പോടാന്ന് പറഞ്ഞോ ഇവിടുത്തെ ഹിന്ദു ജനതയോട്. ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. ആദമിന്റെ മക്കൾ അവരിന്ത്യ ഭരിക്കാൻ വന്നു. ബാബറിന്റെ പേര് പറയുകയാണ് ഇപ്പോൾ. അവരിന്ത്യ ഭരിക്കാൻ വന്നത് എന്തിനെന്നറിയോ? പിതാവിന്റെ ഭൂമി തേടി വന്നതാണ്, പിതൃഭൂമി തേടി വന്നതാണ്. ഇന്ത്യ മറ്റുള്ളവർക്കെല്ലാം മാതൃഭൂമിയാകുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിന്, ഒരുപക്ഷെ മുസ്ലിമിന് മാത്രം ഇന്ത്യ മാതൃഭൂമി ആയതുപോലെ ഇന്ത്യ പിതൃഭൂമി കൂടിയാണ് എന്ന് ഇന്ത്യയിലെ മുസൽമാന്റെ പൗരത്വം പരിശോധിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ നിങ്ങൾ അറിയണമെന്ന് ഈ സമ്മേളനം ഉറക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇതൊന്നും പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട് മേനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളോട് മേനി പറയാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ചരിത്രം അതിൻ്റെ ആധികാരികമായ രേഖകളിലൂടെ, വർത്തമാനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പൈതൃകം ആദമിൽ നിന്ന് തുടങ്ങുന്നുവെന്ന്. ആദമിനെ ആദർശ നായകനായി അംഗീകരിക്കുന്നവർ ലോകത്താരാണുള്ളത്? ആദം ആദ്യത്തെ നബിയാണ്. ആദം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ
പ്രബോധകനാണ് എന്ന് പറഞ്ഞാൽ ആദം പ്രബോധനം ആരംഭിച്ചത് ആണ് ഇസ്ലാം. ഇസ്ലാം ആദമിൽ തുടങ്ങി അല്ലേ? ഇസ്ലാം ആദമിൽ തുടങ്ങിയെങ്കിൽ ഇസ്ലാം എവിടെ തുടങ്ങി? ആദം ഇന്ത്യയിലാണെങ്കിൽ ഇസ്ലാം എവിടെ തുടങ്ങി? ഇസ്ലാം ഇന്ത്യയിൽ തുടങ്ങി. ഇസ്ലാം എവിടെ തുടങ്ങി? ഇസ്ലാം ഇന്ത്യയിൽ തുടങ്ങി. അതിനുശേഷമാണ് മറ്റെല്ലാം വന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ തർക്കമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പൗതൃകമുള്ള ഒരു സമൂഹത്തിനോട് പൗരത്വം തെളിയിക്കാൻ നമ്മുടെ രാജ്യം ഒരു കാലത്തും ആവശ്യപ്പെട്ടിട്ടില്ല. അറിയുമോ നമുക്ക്? നമ്മുടെ രാജ്യത്ത് 1000 ആണ്ട് ഭരിച്ച നമ്മുടെ മുഗൾ ഭരണാധികാരികൾ ഈ രാജ്യത്തിന് നേടിത്തന്നതല്ലാതെ അവർ ആക്രമിച്ചു, രാജ്യം കീഴ്പ്പെടുത്തി എന്നൊക്കെ പറയാമെങ്കിലും 1000 ആണ്ടോളം ഭരിച്ചപ്പോഴും അവർ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ ലയിച്ചു ചേരാനാണ്. അവരൊരിക്കലും ഇന്ത്യ വിട്ടു പോകാൻ ആഗ്രഹിച്ചവരല്ല. ഇന്ത്യ രാജ്യത്ത് ഇന്നും പുരാന ദില്ലിയിൽ പോയാൽ, പഴയ ഡൽഹിയിൽ പോയാൽ ഹുമയൂണിന്റെ ശവകുടീരം കാണാം നിങ്ങൾക്ക്, അക്ബറിന്റെ ശവകുടീരം കാണാം നിങ്ങൾക്ക്, ബാബർ, അതുപോലെ തന്നെ മുഗൾ ഭരണകർത്താക്കളുടെ മുഴുവൻ ശവകുടീരങ്ങൾ ഇന്ത്യയിലാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നത് പിതൃഭൂമിയിൽ അന്തി ഉറങ്ങാൻ കൂടിയാണ്, പിതൃഭൂമിയിൽ അന്തി ഉറങ്ങാൻ കൂടിയാ. അതുകൊണ്ടാണ് അവർ 1000 ആണ്ട് ഭരിച്ചപ്പോഴും ഇന്ത്യ രാജ്യത്തെ വ്യത്യസ്ത ജനവിഭാഗക്കാരായ ഹിന്ദുവിനെയോ ക്രിസ്ത്യനെയോ അതുപോലെ തന്നെ ഈ രാജ്യത്തെ ബുദ്ധനെയോ ജൈനനെയോ വേർതിരിച്ച് ഭരിച്ചില്ല എന്നവരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബറിന്റെ അവസാനത്തെ വസിയ്യത്ത് പോലും സ്വന്തം മകന് നൽകിയ വസിയ്യത്തിൽ പറയുന്നത് നിങ്ങൾ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചു പറ്റണമെന്നാണ്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് കുത്തബ് മിനാർ പോലെ ഉന്നതവും ചെങ്കോട്ട പോലെ സുഭദ്രവും താജ്മഹൽ പോലെ സുന്ദരവുമായ 1000കണക്കിന് തിരുശേഷിപ്പുകൾ ബാക്കിയിട്ടുകൊണ്ട് ഇന്നും ഇന്ത്യ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നത് ആ ഡൽഹിയിലെ പുരാതന സൗധങ്ങളാണെങ്കിൽ അതിലൊന്ന് ബാബർ പൊളിച്ചു, ആ ബാബർ പണിതു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ബാബരി മസ്ജിദ് അങ്ങ് പൊളിച്ചു കളഞ്ഞ് മുസ്ലിമീങ്ങളെ നോവിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം വളരെ ബാലിശമായി പോയി എന്ന് നമ്മുടെ ഭരണാധികാരികൾ ഓർക്കുന്നത് നന്നാണ്. നമ്മുടെ രാഷ്ട്രം നിലനിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് പറയുന്നത്. നമ്മുടെ ഇന്നലത്തെ ഭരണാധികാരികൾക്ക് ഈ ബോധ്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ നമ്മുടെ ഭരണകർത്താക്കൾ ഹിന്ദുക്കളായതുകൊണ്ടല്ല നമ്മളിത് പറയുന്നത്. ഹിന്ദു മുസ്ലിമിനെ ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഉണ്ടോ? നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി മുസ്ലിമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരിൽ പലരുമല്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് മുസ്ലിം ഞങ്ങളെ ഭരിക്കണമെന്നൊരു നിർബന്ധമില്ല. ജവഹർലാലിനെ ആദരവോടുകൂടി കാണുന്ന സമുദായം, ഗാന്ധിജിയെ മഹാനായ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായി കാണുന്ന സമുദായം, ഞങ്ങൾ വേണമെങ്കിൽ 25% മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. 30 കോടിയോളമുണ്ട്. 75 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരു 15 കൊല്ലം പ്രധാനമന്ത്രിയായി മുസ്ലിം ഇരിക്കട്ടെ എന്ന് വാദിക്കാൻ പാടില്ലേ? ആരേലും വാദിച്ചോ? ആഭ്യന്തരമന്ത്രി ഒരു 15 കൊല്ലം മുസ്ലിമിന് കിട്ടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾക്ക് മുസ്ലിം പ്രധാനമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിം ആഭ്യന്തരമന്ത്രി വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദുവായ പ്രധാനമന്ത്രി തന്നെ മതി, ഹിന്ദുവായ ആഭ്യന്തരമന്ത്രി തന്നെ മതി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹിന്ദു അല്ലാതായി പോയതിലാണ് ഞങ്ങളുടെ പരാതി, ഹിന്ദു ആയതിലല്ല ഞങ്ങളുടെ പരാതി. ദയവായി പ്രധാനമന്ത്രിയോട് ഞങ്ങൾ പറയുന്നു, ദയവായി ആഭ്യന്തരമന്ത്രിയോട് പറയുന്നു, അതിമഹത്തായ സനാതന പാരമ്പര്യം പേറുന്ന മഹത്തായ സഹിഷ്ണുതയുടെ പൈതൃകമുള്ള ഹൈന്ദവ ധർമ്മത്തെ മാനം കെടുത്തിക്കൊണ്ട് നിങ്ങൾ ഹിന്ദുത്വത്തിന്റെ പേരിൽ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പ്രക്രിയകൾ ഹൈന്ദവ ധർമ്മത്തെയാണ് അധിക്ഷേപിക്കുന്നത്. ഗാന്ധിജി പ്രതിനിധാനം ചെയ്ത ഹൈന്ദവതയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പ്രതിനിധാനം ചെയ്ത ഹൈന്ദവതയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആയതിലല്ല ഞങ്ങളുടെ പരാതി, നിങ്ങൾ ഹിന്ദു ആകാത്തതിലാണ് ഞങ്ങളുടെ പരാതി. നിങ്ങൾ ഹിന്ദു ആവുക, എത്രയും വേഗം ഹിന്ദു ആവുക എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഹിന്ദുക്കളോടൊരു പ്രശ്നമില്ല. ഇത് ഞങ്ങൾക്കറിയാമായിരുന്നു. ജവഹർലാൽ അടക്കമുള്ളവർ പൗരത്വ ഇന്ത്യ രാജ്യത്തെ മുസൽമാന്റെ പൈതൃകവും ഇന്ത്യയെ ഇന്ത്യയാക്കി തീർത്തതിൽ മുസ്ലിമീങ്ങൾക്കുള്ള പങ്കാളിത്തവും തിരിച്ചറിഞ്ഞ് 800 കൊല്ലം മുസൽമാൻ ഭരിച്ചിട്ട് ഇന്ത്യൻ ജനത അവരോട് പറഞ്ഞോ ക്വിറ്റ് ഇന്ത്യ, പുറത്തു പോടാന്ന് പറഞ്ഞോ? ആരെങ്കിലും? ഒരു ക്വിറ്റ് ഇന്ത്യ കേൾക്കാതെ ഇന്ത്യ രാജ്യത്തെ 800 കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചു. പക്ഷെ പിന്നീട് വന്ന ബ്രിട്ടീഷുകാരൻ എന്തായിരുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം അവർ കെട്ടിപ്പടുത്തത്? ഇവിടുത്തെ ഭരണക്രമമെല്ലാം ഏറ്റവും മനോഹരമായി സ്വർണ്ണ നൂലിഴകൾ കൊണ്ട് കെട്ടിപ്പടുത്തു. ഇവിടുത്തെ കോടതി സംജ്ഞകൾ ഇന്നും നിലനിൽക്കുന്നത് മുഗളന്മാരുണ്ടാക്കിയതാണ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ല. ഇവിടുത്തെ ആമീനും
ഇവിടുത്തെ ഹർജിയും ഇവിടുത്തെ റദ്ദാക്കലും അതുപോലെ തന്നെ ഇവിടുത്തെ മുൻസിഫ് കോർട്ടും ഇവിടുത്തെ ളിലഉം ജില്ലയും അതുപോലെ തന്നെ താലൂക്കും അടക്കം ഈ രാജ്യത്തിന്റെ ഭരണ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളെല്ലാം 200 വർഷക്കാലത്തെ ബ്രിട്ടീഷുകാരന്റെ സർവസംഹാരിയായ ഇംഗ്ലീഷ് മേധാവിത്വത്തിന്റെ 200 വർഷക്കാലത്തെ അരിയിട്ട് വാഴ്ചക്കാലത്തിന് ശേഷവും അതൊന്നും ഇംഗ്ലീഷ് വൽക്കരിക്കാൻ ബ്രിട്ടീഷുകാരന് പോലും തോന്നിയില്ല. കാരണം അതിനു മുമ്പേ ഇവിടുത്തെ മുഗളന്മാർ ഉണ്ടാക്കി വെച്ച ആ സംജ്ഞകൾ ഇന്നും തുടരുകയാ. അത്ര വലിയ സംഭാവനയാണ് ഈ രാജ്യത്തിന് മുസ്ലിങ്ങൾ നൽകിയത്. സ്മാരകങ്ങൾ മാത്രമല്ല, ഇവിടെ ഐക്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ വേണ്ടി വളരെ ശക്തമായി പ്രവർത്തിച്ച അവരെ ഈ രാജ്യം വിട്ടു പോകണമെന്ന് ഈ രാജ്യത്ത് ഒരാൾ പോലും ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവരോട് ക്വിറ്റ് ഇന്ത്യ പറയാഞ്ഞത്. അവരെല്ലാം ഇന്ന് ഇന്ത്യയിൽ അവരുടെ ശവകുടീരങ്ങളുണ്ടെങ്കിൽ, പക്ഷെ 2 നൂറ്റാണ്ട് ഭരണം പിന്നിടുന്നതിന് മുമ്പേ നമുക്കറിയാലോ 1757 പ്ലാസി എന്ന് പറയുന്ന ബംഗാളിലെ ഒരു നെൽവയലിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് 2000 ഇന്ത്യൻ ശിപായിമാരും 1000ഓളം വരുന്ന യൂറോപ്യൻ പട്ടാളക്കാരുമായി ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിമായ സിറാജുദ്ദൗളയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്കുള്ള മുസ്ലിമീങ്ങളുടെ കടന്നുകയറ്റമുണ്ടായതെങ്കിൽ, ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമുണ്ടായതെങ്കിൽ, അതുവരെയും ബ്രിട്ടീഷുകാരൻ വരുന്നത് വരെയും വളരെ അക്രമപരമായി നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്നത് വരെയും ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഇവിടെ ഭരിച്ചിരുന്നു. പക്ഷേ ഇവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ജനതയ്ക്ക്. പക്ഷെ എന്ന് ബ്രിട്ടീഷുകാരൻ വന്നോ 2 നൂറ്റാണ്ട് പിന്നിടും മുമ്പേ പറഞ്ഞില്ലേ ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ, പോടാ പുറത്തെന്ന് പറഞ്ഞില്ലേ? അതാണ് ബ്രിട്ടീഷ് ഭരണവും മുസ്ലിം ഭരണവും തമ്മിലുള്ള അന്തരമെന്നൊക്കെ ഒന്ന് ഓർക്കുമായിരുന്നുവെങ്കിൽ ഇവിടെ ഭിന്നിപ്പിക്കൽ നയം കൊണ്ടുവന്നത്, ഡിവൈഡ് ആൻഡ് റൂൾ കൊണ്ടുവന്നത് ആരാ? പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അവകാശപ്പെടുന്നതല്ലോ, ബ്രിട്ടീഷുകാരൻ്റെ നയമാണ്. ജാതീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വേണം ഭരണം അധികാര കസേര നിലനിർത്താനെന്ന തന്ത്രം ഈ രാജ്യത്ത് ആവിഷ്കരിച്ചത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരോട് പോടാ പുറത്തെന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരോട് വിരോധമുള്ള നമ്മുടെ ഭരണകർത്താക്കൾ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആരായിരുന്നു ജവഹർലാൽ നെഹ്റു? അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിൽ ഒരു നൂറ്റാണ്ട്, ഏതാണ്ട് 10 പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ശീതസമരക്കാലത്ത് 2 ശാക്തിക ചേരികളായി തിരിഞ്ഞു നിന്നുകൊണ്ട് 100 കണക്കിന് ആറ്റം ബോംബുകളുടെ മുമ്പിൽ അടയിരിക്കുന്ന 2 ശാക്തിക ചേരികൾ അധികാരം കൊണ്ടും ആയുധം കൊണ്ടും ലോകമടക്കി ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ മഹാനായ ഇന്ത്യയുടെ വീരപുത്രനായ ജവഹർലാൽ നെഹ്റു, ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന അമേരിക്കയുടെ എക്കാലത്തെയും പോപ്പുലറായ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് പുൽത്തകിടിയിലൂടെ അദ്ദേഹത്തോടൊപ്പം ഉലാത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹം 6 അടിയിലധികം ഉയരമുള്ള ജോൺ എഫ് കെന്നഡിയോടൊപ്പം 5 അടി 6 അങ്കുലം മാത്രം ഉയരമുള്ള നമ്മുടെ മഹാനായ ജവഹർലാൽ നെഹ്റു ആ പുൽത്തകിടിയിലൂടെ ഉലാത്തുമ്പോൾ 1 ഇഞ്ച് പൊക്കം ജവഹർലാലിന് തോന്നുമായിരുന്നു. അത്രമാത്രം രാജ്യത്തിന്റെ യശസ് ഉയർത്തിപ്പിടിച്ച ജവഹർലാൽ അദ്ദേഹം പറഞ്ഞു, ഈ അമേരിക്കയോടില്ല നിന്റെ കൂടെ ചേരാൻ. റഷ്യയോട് പറഞ്ഞു, ഇല്ല നിന്റെ കൂടെ ചേരാനും. എന്നിട്ട് ജമാൽ അബ്ദുൽ നാസറിനെ കൂട്ടുപിടിച്ച്, ചെക്കോസ്ലോവാക്യയിലെ മാർഷൽ ടിറ്റോയെ കൂട്ടുപിടിച്ച് ഒരു 3ാം ചേരി ഉണ്ടാക്കി, ചേരാ രാഷ്ട്രത്തിന്റെ അമരത്തിരുന്നു കൊണ്ട് ലോകത്തെ ഭിന്നിപ്പിക്കുന്ന, ആയുധം കൊണ്ട് അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഞങ്ങൾ വശംവദരാവുകയില്ലെന്ന് ലോകത്തെ കാട്ടിക്കൊടുത്ത മഹാനായ ഭരണാധികാരി നാടുവാണ് ഇന്ത്യയിൽ. അവർക്ക് ഈ രാജ്യത്തിന്റെ പൈതൃകം അറിയാമായിരുന്നു. ആയുധമല്ല അധികാരത്തിന്റെ അളവുകോൽ എന്ന മഹത്തുക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അധികാര ശക്തികളോട് ചേർന്ന് നിന്നില്ല. ചേരിചേരാ രാഷ്ട്രത്തിന്റെ തലപ്പത്ത് നിലയുറപ്പിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ മതേതരത്വത്തിന്റെ പാതയിൽ ഇന്ത്യയെ ഉറപ്പിച്ചു നിർത്തി ജനങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്. കാശ്മീർ, ഈ കാശ്മീർ പ്രശ്നമാണല്ലോ ഇന്നിപ്പോൾ നമ്മുടെ പുതിയ ഭരണകർത്താക്കൾക്ക് ഈ അമേരിക്കക്കാരോട് വിധേയത്വം വന്നതാണ് പ്രശ്നം. നമ്മുടെ രാജ്യത്തെ 2ആയി പകുത്ത സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ചോദിച്ച നമുക്ക് ആ പാതിരാത്രിയിൽ 2 രാജ്യം തന്നവർ, അവർ ഈ രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്നവരാണോ? ഒരു രാജ്യം ചോദിച്ചവർക്ക് ആ അർദ്ധരാത്രിയിൽ 2 രാജ്യം വെച്ച് നീട്ടിയവർ, അതും മതത്തിന്റെ പേരിൽ പാകിസ്ഥാനായും ഇന്ത്യയായും 2ആയി വിഭജിച്ചുകൊണ്ട്. അതിന് കാർമ്മികത്വം കൊടുത്തത് ആരാണ്? അതിന് കാർമ്മികത്വം കൊടുത്തത് വിദേശിയാണ്. ആ വിദേശിയോട് വിധേയത്വം വന്നതാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം. ജവഹർലാലിന് ആ വിധേയത്വം ഉണ്ടായിരുന്നില്ല, ഗാന്ധിജിക്ക് ആ വിധേയത്വം ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന വംശീയതയുടെ വക്താക്കളായ ഇസ്രയേലിനോട് ഒരു നയതന്ത്ര ബന്ധം പോലും ജവഹർലാൽ സ്ഥാപിച്ചില്ല.
ജവഹർലാലിൻ്റെ കാലത്ത് ഇന്ത്യക്ക് നയതന്ത്രമില്ല. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന സനാതനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രയേലിനെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഗാന്ധിജി പറഞ്ഞു, ഇസ്രയേൽ ഒരു രാജ്യം പോലുമല്ല, പിടിച്ചു പറിച്ച രാജ്യം, അതെങ്ങനെ രാജ്യമാകുമെന്ന്. രാജ്യത്തിൻ്റെ പ്രിയദർശിനി ഇന്ദിരാഗാന്ധി, ജവഹർലാലിൻ്റെ പുത്രി ഇന്ദിര, ഇസ്രയേലുമായി ഒരു നയതന്ത്ര ബന്ധം സ്ഥാപിച്ചില്ല. കാരണം ഒരു രാജ്യമെന്ന് പറയാനുള്ള ധാർമ്മികമായ അവകാശങ്ങളില്ലാത്തൊരു രാജ്യം. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി വംശീയതയുടെ മനോഭാവങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ നേരെ ഓടിച്ചെന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കലിൻ്റെ തലതൊട്ടപ്പനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അരമനയിലേക്കാണ്. അതോടൊപ്പം തന്നെ 3000 കൊല്ലമായിട്ടും 3 കോടി പോലും ജനസംഖ്യ തികയാതെ വംശീയതയിൽ തങ്ങൾ ചൂസൺ റൈസാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, ഞങ്ങൾക്കാണ് ലോകം ഭരിക്കാനുള്ള അവകാശമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന പൈശാചിക രാഷ്ട്രത്തോട് കൂട്ടിച്ചേർന്നപ്പോൾ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ അവിടുത്തെ ഇസ്രയേൽ, അവിടുത്തെ ഫലസ്തീനികളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്താൽ ഇന്ത്യയിൽ അവിടെ ജൂതരാഷ്ട്രമുണ്ടാക്കിയതുപോലെ ഇന്ത്യയിൽ ഒരു ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാമെന്നുള്ള ഒരു മന്ത്രം ഇസ്രയേലിൽ നിന്ന് കിട്ടിയതാണ് നമ്മുടെ രാജ്യത്ത് ഇവിടെ ഇപ്പോൾ നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്തമാണ്. എന്താണ് ഫലസ്തീനികളുടെ കാര്യത്തിൽ? ഫലസ്തീനികൾ എന്ത് തെറ്റാ ചെയ്തേ? അവർ ജനിച്ച നാട്ടിൽ ജീവിച്ചു എന്നുള്ളതല്ലാതെ വല്ലതും ചെയ്തോ? പക്ഷെ സാക്ഷാൽ ഈ അമേരിക്ക അടക്കമുള്ള പഞ്ചമഹാശക്തികൾ ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിന് വേണ്ടി അറബി നാടുകളുടെ നെഞ്ചത്തൊരു ക്യാൻസറായി ഇസ്രയേലിന് വേണ്ടിയിട്ടൊരു രാജ്യം പണിതിട്ട് ആ രാജ്യത്ത് അവിടുത്തെ സ്വന്തം ജനതയെ, മണ്ണിൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിച്ചോ? അനുവദിച്ചില്ല. അവർക്ക് പൗരാവകാശം റദ്ദാക്കി. ഇതൊക്കെ തന്നെയാണ്, വോട്ടവകാശം ഇല്ലാതാക്കി, പൗരാവകാശം ഇല്ലാതാക്കി. ഇന്നും ഇസ്രയേലിൻ്റെ പേടി മാറിയിട്ടില്ല കൂട്ടരെ, സഹോദരങ്ങളെ. അറിയണം, കിഴക്കൻ ജർമ്മനിയും പശ്ചിമ ജർമ്മനിയും തമ്മിൽ രണ്ടായി പകുക്കപ്പെട്ട നാളുകളിൽ എത്രയാ? 1.5 ആൾപ്പൊക്കത്തിലാണ് അന്ന് മതിൽ പണിതത്. അതെല്ലാം പൊളിച്ചടുക്കി. പക്ഷെ ഇന്ന് ഇസ്രയേൽ പണിയുന്ന മതിലിൻ്റെ ഉയരം 5 ആൾ പൊക്കമാ. പേടിയാ. ഇത്രയും ആയുധങ്ങളും ആറ്റം ബോംബും ഉണ്ടായിട്ട് ഇസ്രയേലിന് സ്വൈരമായി ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ജനതയുടെ പൗരാവകാശം റദ്ദാക്കി അവരെ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് എത്ര ആയുധമുണ്ടെങ്കിലും പതിറ്റാണ്ടുകൾ എത്ര പിന്നിട്ടാലും സ്വൈരം കിട്ടൂല എന്നുള്ളതാണ്. ഇന്നും 5 ആൾ പൊക്കമുള്ള മതിൽ നിർമ്മിക്കാൻ ഇസ്രയേൽ നിർബന്ധിതമാകുന്ന ഗതികേട് തെളിയിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ ഒരു തുറന്ന ജയിലാക്കി കാശ്മീരിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കാശ്മീരികൾക്ക് കൊടുത്ത 370ാമത്തെ വകുപ്പ് റദ്ദാക്കുക. എന്താണ് കാശ്മീരികൾക്ക് കൊടുത്ത അത് അവർക്കെന്താ കൊടുത്ത ഔദാര്യാണോ? അല്ല. ഇന്ത്യ വിഭജനത്തിൻ്റെ കാലത്ത് മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള അതിർത്തി പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരണമെന്ന് തീരുമാനിക്കപ്പെട്ടു. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരണമെന്ന്. അങ്ങനെ സിന്ധു നദീതട നാഗരികതയുടെ ആ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്ന സിന്ധ് ഇന്ന് പാകിസ്ഥാനിലാണ് മുസ്ലിങ്ങൾ അധികമായതുകൊണ്ട്, പഞ്ചാബ് ഇന്ന് പാകിസ്ഥാനിലാണ് മുസ്ലിമീങ്ങൾ അധികമായി പോയതുകൊണ്ട്, ബംഗാൾ 2ആയി വിഭജിച്ചു, പാകിസ്ഥാനിലേക്ക് കൊടുത്തു അധികം മുസ്ലിങ്ങളായതുകൊണ്ട്. കാശ്മീർ എവിടെ നിൽക്കണമായിരുന്നു? നിങ്ങൾ ആലോചിക്കുക. കാശ്മീർ എവിടെ നിൽക്കണമായിരുന്നു? പാകിസ്ഥാനോടൊപ്പം പോകേണ്ട കാശ്മീർ. അപ്പോൾ കാശ്മീരികളുടെ ഇടയിൽ 3 ആശയം ഉയർത്തു വന്നു. ഒന്ന്, പാകിസ്ഥാനോടൊപ്പം പോകണം. രണ്ടാമത്തെ, ഹുരിയത്ത് കാശ്മീർ വേണ്ട, ഇന്ത്യയും വേണ്ട, പാകിസ്ഥാനും വേണ്ട, ഞങ്ങൾ സ്വതന്ത്ര കാശ്മീർ. മൂന്നാമതൊരാശയം ഉരുത്തിരിഞ്ഞു വന്നത് അത് ഇന്ത്യ രാജ്യത്തിൻ്റെ കാശ്മീരിയായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്ന കാശ്മീരി പണ്ഡിറ്റിൻ്റെയും ഇന്ത്യ രാജ്യത്തിൻ്റെയും ദേശീയ വികാരവും പൊതുവികാരവുമായിരുന്നു. കാശ്മീരികൾ ആ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയോടൊപ്പം നിന്നു. അങ്ങനെ നിൽക്കാൻ അവർ കാണിച്ച സംസ്കാരം കൊണ്ടും മതം കൊണ്ടും പാകിസ്ഥാനോട് ചേരേണ്ടിയിരുന്നവർ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ കാണിച്ചവരുടെ സൗമനസ്യത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സറിയുന്ന രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ കൊടുത്ത സമ്മാനമാണ് 370ാം വകുപ്പ്. ഔദാര്യമല്ല, സമ്മാനമാണ്. കാരണം അങ്ങോട്ട് പോകേണ്ടവർ ഇങ്ങോട്ട് വന്നല്ലോ, ഇവിടെ നിന്നല്ലോ. ആ സമ്മാനമാണ് ഇപ്പോൾ പിടിച്ചു പറിക്കുന്നത്. ഔദാര്യമല്ല, സമ്മാനമാണ്. ഞാൻ ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ ഇവിടെ ബഹുമാന്യരായ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ അണിനിരന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, കാശ്മീരിലുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ എന്നും നമ്മളിങ്ങനെ പ്രതിഷേധ റാലി നടത്തി പോകുന്നതിന് പകരം 1-2 ലോക പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാൻ വേണ്ടി സാമ്രാജ്യത്വത്തിന് നിർബന്ധ ബുദ്ധിയുണ്ട്. ഫലസ്തീൻ കൊല്ലം 70ആയി പരിഹരിക്കപ്പെടുന്നില്ല, കാശ്മീർ പരിഹരിക്കപ്പെടുന്നില്ല. കാരണം എന്താ? ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ചാലേ സാമ്രാജ്യത്വത്തിന് നിലനിൽപ്പുള്ളൂ. ജൂതനെ ഉപയോഗിച്ച് അറബികളെ തമ്മിലടിപ്പിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം നിലനിൽക്കുന്നത് പോലെ
ഹിന്ദുവിനെയും മുസ്ലിമിൻ്റെയും കാശ്മീരിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്രാജ്യത്വം നിലനിൽക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമ്മേളനത്തിന് ഭരണകർത്താക്കളോടും ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യധാര മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ആവശ്യപ്പെടാനുള്ളത് സമർത്ഥമായി യുക്തിഭദ്രമായി ഐക്യരാഷ്ട്രസഭയിൽ ബോധിപ്പിച്ചുകൊണ്ടോ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്നേക്കുമായി കാശ്മീരിനെ ഒരു സമസ്യയായി, ഒരു പ്രശ്നമായി, ഒരു പ്രഹേളികയായി, ഒരു ദുരന്തമായി ഇന്ത്യക്ക് താങ്ങാൻ ആവില്ല. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണത്. there is a paradise in this earth, that is this, that is this, that is this എന്ന് ജവഹർലാൽ പറഞ്ഞ, താൻ പിറന്നതിൻ്റെ പേരിൽ അതിൻ്റെ ഗ്രഹാതുരത്വം പേറുന്ന തൻ്റെ പ്രിയപ്പെട്ട കാശ്മീർ പാകിസ്ഥാന് പോകരുതെന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇംഗിതത്തോടൊപ്പം കാശ്മീരിലെ നല്ലവരായ മുസ്ലിമീങ്ങൾ നിന്നപ്പോൾ കാശ്മീരിലെ ഇന്ത്യയുടെ സ്നേഹമുള്ള ആ ജനങ്ങൾക്ക് കൊടുത്ത ആ മഹത്തായ 370 വകുപ്പ് തിരിച്ചെടുത്തിരിക്കുന്നു. എന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ ആരാ പരിഹരിക്കരുതെന്ന് പറയുന്ന സാമ്രാജ്യത്വം. കാരണം തമ്മിലടിക്കണമെന്നും ഉണ്ട്, തമ്മിലടിക്കാൻ നേരമില്ല, ഇത് പരിഹരിക്കണം എന്ന് പറയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. രണ്ടാമത് പൗരത്വ പ്രശ്നം ഉണ്ടല്ലോ. പൗരത്വ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് പൗരത്വത്തിൻ്റെ മൂലകാരണം? ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കപ്പെടണം. 2023 RSSന്റെ സ്ഥാപനത്തിൻ്റെ 100-ാം ആണ്ട് പൂർത്തിയാകുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകും, ജൂതരാഷ്ട്രമുണ്ടായ പോലെ. പക്ഷെ ഇന്ത്യൻ ഭരണാധികാരികൾ ഇന്ത്യയെ നയിച്ച വഴിയിലൂടെ പോയാൽ അത് സാധ്യമാവുകയില്ല. ഹിന്ദു രാഷ്ട്രത്തിൽ മുസ്ലിം സ്റ്റേറ്റ് അല്ലെങ്കിൽ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ പാടില്ല. കാശ്മീരിനോടുള്ള പ്രശ്നം അതാണ്. കാശ്മീരിനെ ഒരു തുറന്ന ജയിലാക്കിയതിൻ്റെ പിന്നിലുള്ള അതാണ്. കാശ്മീരുകൾ അല്ലാതെ എവിടെ പിടിച്ചിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി, മെഹബൂബ മുഫ്തി, അതുപോലെ തന്നെ വേറെ ആരാ, ഫാറൂഖ് അബ്ദുള്ള, ഇവരെ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർ ഹുരിയത്ത് കാശ്മീരിൻ്റെ ആളുകളല്ല. അവർ പാകിസ്ഥാനോടൊപ്പം പോകാൻ ആവശ്യപ്പെടുന്നവരല്ല. അവർ ഇന്ത്യയോടൊപ്പം ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായി ചേരുന്ന 3-ാം വിഭാഗത്തിൻ്റെ പ്രതിനിധികൾ. കാശ്മീരികൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുക എന്ത് ക്രൂരതയാണ്! ഇന്ത്യയോട് ചേരുന്നവരുടെ വികാരത്തെയാണ് മുറിപ്പെടുത്തുന്നത്, തീവ്രവാദികളുടെ വികാരത്തെയല്ല. ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ ഭാഗഭാക്കായി നിന്നവരെ അങ്ങനെ കാശ്മീരിനോട് ക്രൂരത കാണിച്ച്. ആസാമിൽ എന്താണ് പ്രശ്നം? ആസാം ബംഗ്ലാദേശിൻ്റെ പ്രശ്നമുണ്ട്. ബംഗ്ലാദേശ് ആരുടേതാണ് യഥാർത്ഥത്തിൽ? ബംഗ്ലാദേശി പൗരന്മാരെ ഇന്ത്യയെ പാർപ്പിക്കില്ലെന്ന് പറഞ്ഞാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത്. പൗരത്വത്തിൻ്റെ രജിസ്റ്റർ ഇന്ത്യയിലേക്കൊക്കെ വ്യാപിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, ഈ ബംഗ്ലാദേശ് ആരുടെ സന്തതിയാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ പുത്രികാ രാഷ്ട്രമാണ്. ഇന്ത്യ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല. 2-ആയി പകുക്കപ്പെട്ട പാകിസ്ഥാനെ, കിഴക്കൻ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് പാകിസ്ഥാനെ ദുർബലപ്പെടുത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി തൻ്റെ മുക്തിവാഹിനി എന്ന സേനയെ അയച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തിയില്ലായിരുന്നെങ്കിൽ ലോകഭൂപടത്തിൽ ബംഗ്ലാദേശ് എന്നൊരു രാജ്യമേ ഉണ്ടാകുമായിരുന്നില്ല. അഥവാ ബംഗ്ലാദേശ് ഇന്ത്യയുടെ സ്വന്തമാ, അത് പാകിസ്ഥാൻ്റെ അല്ല. അവരെന്തുകൊണ്ട് ഇന്ത്യയിൽ വന്നു? പാകിസ്ഥാൻ ശത്രു രാഷ്ട്രമാ, അങ്ങോട്ട് പോകാൻ പറ്റൂല, ചെന്നാൽ എടുക്കൂല. അതുകൊണ്ട് ആ പൗരന്മാർ ഇന്ത്യയിൽ വന്നു. അതിർത്തി പ്രദേശത്ത് ബംഗ്ലാദേശികൾ ഉണ്ടാകാൻ കാരണം അതാണ്. ഇന്ത്യ അവരുടെ മിത്രരാജ്യമാണ്. അങ്ങനെ അവരെ കുടിയിരുത്തിയെന്ന് മാത്രമല്ല, വിളിച്ചോണ്ട് വന്നു തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യിക്കാൻ വേണ്ടി. അങ്ങനെ ഇന്ത്യ രാജ്യവുമായി ഇന്നും ബംഗ്ലാദേശിന് സൗഹൃദമാ. ഹസീന വാജിദ് ഡൽഹി വന്നു, നരേന്ദ്രമോദിയുമായി കരാറുകൾ ഒപ്പിടുന്നു. ഇന്ന് വരെ ബംഗ്ലാദേശും നമ്മളും തമ്മിൽ സംഘർഷമില്ല. പിന്നെന്തിനാ ബംഗ്ലാദേശി പൗരന്മാരെ പ്രത്യേകം പുറത്താക്കണേ? പ്രശ്നമപ്പം അതല്ല. തീവ്രവാദമാണോ പ്രശ്നം? തീവ്രവാദികളല്ലാത്ത 75,000 മുസ്ലിമീങ്ങൾ ഇന്ത്യക്കാർ ജയിലിൽ കിടപ്പുണ്ട്. ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങൾ ജയിലിൽ കിടപ്പുണ്ട്. തീവ്രവാദം നടത്തിയാൽ പിടിച്ച് ജയിലിലിടാൻ രാജ്യത്ത് നിയമമില്ലെന്നാരാ പറഞ്ഞത്? അത് ബംഗ്ലാദേശിയായി പറ്റില്ലെന്നുണ്ടോ? തീവ്രവാദം നടത്തിയാൽ ബംഗ്ലാദേശിയെ പിടിച്ച് അകത്താക്കാൻ പാടില്ലേ? അപ്പൊ തീവ്രവാദവുമല്ല പ്രശ്നം. പിന്നെന്താണ് പ്രശ്നം? അവിടെ ആസാമിൽ ഈ അടുത്ത കാലത്ത് വോട്ടെടുപ്പുകൾ നടക്കുമ്പോൾ അവിടുത്തെ ഒരു മുസ്ലിം സംഘടന ഒരു 10-25 MLA-മാരെയൊക്കെ ജയിപ്പിച്ചു. അവരോട് വോട്ട് കിട്ടുന്നില്ല. ഇന്ത്യ രാജ്യത്ത് 100 പേർ വോട്ട് ചെയ്താൽ എല്ലാവരും വോട്ട് ചെയ്യാറില്ല. 135 കോടിയിൽ 60% വോട്ട് ചെയ്യുമ്പോൾ 50 കോടി വോട്ട് ചെയ്യാറ് തന്നെ ഇല്ല. വോട്ട് ചെയ്യുന്നവരിൽ തന്നെ 31% കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം വോട്ട് ചെയ്തത്. രണ്ടാമത് പല EVM ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് 38%. പഠിച്ച പണി 18 പയറ്റിയാലും
ഇന്ത്യൻ ജനതയുടെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളടങ്ങുന്ന ഇന്ത്യൻ ജനതയുടെ മതേതരത്വ ബോധത്തെ തകർക്കാൻ കഴിയുകയില്ല. വർഗീയ വിഭജനത്തിലൂടെ തങ്ങൾക്ക് അധികാരം ഉറപ്പിക്കാൻ കഴിയുകയില്ലെന്ന് 2 ഇലക്ഷനിലൂടെ അവർക്ക് മനസ്സിലായി. കാരണം ആകെ കിട്ടുന്നത് 30 അല്ലെ 40 താഴെയാ എന്ന് പറഞ്ഞാൽ 60-65% നിങ്ങൾ പ്രധാനമന്ത്രി ആകണ്ടെന്ന് പറഞ്ഞാളാണ് പ്രധാനമന്ത്രിയാകുന്നത്. അപ്പം മനസ്സിലായി ഇനി ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പറ്റൂല. അങ്ങനെ വോട്ട് തന്നെ ഇല്ലാതാക്കി. അതിനുള്ള പദ്ധതിയാണ് പൗരത്വം ഇല്ലാതാക്കുക. 10-15 കാർഡുകളുണ്ട്, നമുക്ക് ആധികാരികമായ രേഖകളുണ്ട്. പൗരത്വം ഇല്ലാതായാൽ ഇതെല്ലാം അതോടുകൂടി ലാപ്സാകും. അങ്ങനെ വോട്ടവകാശം റദ്ദാക്കിയാൽ എക്കാലവും രാജ്യം ഞങ്ങളുടെ കയ്യിലിരിക്കുമെന്ന് ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ച് അധികാരം ഉറപ്പിക്കുക എന്ന ബ്രിട്ടീഷുകാരൻ ഇന്നലെ പയറ്റിയ, അമേരിക്കയിലെ ഭ്രാന്തനായ ഭരണാധികാരി ട്രംപ് പയറ്റിയ തന്ത്രം, അത് ഇന്ത്യയിലെ ഭരണകർത്താക്കളും പയറ്റുന്നതിൻ്റെ ഭാഗമാണ് NRC പ്രോബ്ലം ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. അല്ലാതെ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളത് കൊണ്ടല്ല, ബംഗ്ലാദേശികൾ എന്തെങ്കിലും കലാപം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ കുതിര കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒന്നും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്കൊരിക്കലും, ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്കോ ക്രൈസ്തവ മതവിശ്വാസികൾക്കോ ബൗദ്ധ ജൈനന്മാർക്കോ മതമില്ലാത്തവരായ മതേതര ബോധമുള്ളവർക്കോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഒരു വിധത്തിലും അവരോട് പ്രശ്നമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വോട്ടവകാശം റദ്ദാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഈ രാജ്യത്തുനിന്ന് പുറന്തള്ളാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം ഇന്ത്യയിൽ ജനിച്ച ഇസ്ലാം, ഇന്ത്യയിൽ പിതാവിനെ കാണുന്ന ഇസ്ലാം, ആദം നബിയെ കാണാൻ ആദം മല സന്ദർശിക്കാൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സംഘം വന്നു. അവർ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. ചേരമാൻ പെരുമാൾ അവരുമായി സന്ധിച്ചു. അദ്ദേഹം കണ്ട അത്ഭുത ദൃശ്യം, ആകാശത്ത് കണ്ട അത്ഭുത ദൃശ്യത്തിൻ്റെ കാരണം അന്വേഷിച്ചു. അത് ഞങ്ങളുടെ പ്രവാചകൻ കാട്ടിയ അത്ഭുതമാണെന്ന് പറഞ്ഞു. ചേരമാൻ പെരുമാൾ മക്കയിൽ പോയി ഇസ്ലാം സ്വീകരിച്ചു. വേലായുധൻ പണിക്കശ്ശേരി എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ആദമിനെ തേടി അറേബ്യ വന്ന ഇന്ത്യ, ആ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് മുസൽമാനെ എന്നല്ല, ഇന്ത്യയിൽ ജനിച്ച ആരെയും തുടച്ചു നീക്കാൻ പറ്റില്ല. ഇന്ത്യ ആരുടെയുമല്ല. ഇന്ത്യ ഹിന്ദുവിൻ്റെതല്ല, ഇന്ത്യ മുസ്ലിമിൻ്റേതുമല്ല, ഇന്ത്യ ക്രിസ്ത്യാനിയുടേതുമല്ല. ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ്. ഇന്ത്യക്കാരൻ എന്നാൽ ഇന്ത്യയിൽ ജനിച്ചവൻ, ഇന്ത്യയിൽ ജീവിക്കുന്നവൻ, ഇന്ത്യയുടെ നിയമം മാനിക്കുന്നവൻ, ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുന്നവൻ എന്നാണ്. പക്ഷേ NRCയിൽ ഇന്ത്യയുടെ ഭരണഘടനയെ പൂർണ്ണമായിട്ടും കൊന്നു കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന മുഴുവൻ അവകാശങ്ങളിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായ പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം നമ്മുടെ കേരളീയരായ MP-മാർ അതിശക്തമായി, എല്ലാ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ പാർലമെന്റിൽ ശക്തമായി മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നത് നിങ്ങൾ കാണിച്ചിരിക്കുന്ന മതവിവേചനമാണ്. മതവിവേചനം പാടില്ലെന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതുകൊണ്ട് ഭരണഘടനയെ തകർക്കുന്നു എന്നതിനെതിരിലാണ് ഈ പോരാട്ടം എന്ന് അസന്ദിഗ്ധമായി ഈ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. മുസ്ലിമിനെ പുറത്താക്കുന്നതിനെതിരല്ല, ഭരണഘടനയെ തകർക്കുന്നതിനെതിരിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയെ ആക്കിയതെങ്കിൽ ആ ഭരണഘടന നിലനിൽക്കുവോളം കാലം ഇന്ത്യ ഉണ്ടാകും. എന്ന് ഭരണഘടന തകരുന്നുവോ അന്ന് ഇന്ത്യ ഇല്ലാതാകും. ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ സങ്കടം അതാണ്. പരമോന്നത നീതിപീഠം എന്നുള്ള നിലയിൽ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ വേദനയോടുകൂടി മാത്രം മാനിക്കുന്നു, നൊമ്പരത്തോടുകൂടി മാത്രം മാനിക്കുന്നു. മാനിക്കില്ല എന്ന് ഞങ്ങൾ പറയില്ല, പക്ഷേ വേദനയോടുകൂടി മാത്രം മാനിക്കുന്നു. കാരണം എന്താ? ബാബർ ക്ഷേത്രം പണിതു, അവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നുവെങ്കിലും ക്ഷേത്രമാണെന്ന് തെളിവില്ല, കോടതി തന്നെ പറയുന്നു. വിഗ്രഹം വെച്ചത് തെറ്റാണ്, കോടതി തന്നെ പറയുന്നു. പള്ളി പൊളിച്ചത് തെറ്റാണ്, കോടതി തന്നെ പറയുന്നു. ഇത് മറ്റാരും പറഞ്ഞതല്ല. പക്ഷേ പള്ളി പൊളിച്ചവർക്ക് ഈ ലോജിക്ക് ഇന്ത്യയിലെ ഒരു മനുഷ്യനും മനസ്സിലാകുന്നതല്ല. ആദരണീയരായ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ എന്ന് വേദനയോടുകൂടി ഈ സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. ഈ ലോജിക്ക് മനസ്സിലാകുക, അതുമാത്രമാണ് ഞങ്ങളുടെ സങ്കടം. അതുകൊണ്ട് ഭരണഘടന തകർക്കരുത്, നമ്മുടെ ഭരണാധികാരികൾ തകർക്കരുത്. ഭരണഘടന തകർക്കരുതെന്ന കാര്യത്തിൽ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് നിർബന്ധമുണ്ടാകണം എന്ന് മാത്രം രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട്, ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് ഈ സമ്മേളനം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയും വിളംബരം ചെയ്യുകയും ചെയ്യുന്നുവെന്ന് വിനീതമായി പ്രഖ്യാപിച്ചുകൊണ്ട് മഹത്തായ ഈ സമ്മേളനത്തിൽ
ഈ വിനീതന് അവസരം നൽകിയതിൻ്റെ ആദരണീയരായ നേതാക്കന്മാർക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് മഹത്തായ ഈ സമ്മേളനം സമാധാനത്തിൻ്റെ വഴിയിൽ, ഭരണഘടനയുടെ വഴിയിൽ, രാഷ്ട്ര സ്നേഹത്തിൻ്റെ പാതയിലൂടെ, മതേതരത്വത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വഴിയിലൂടെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധി ഇൻഷാ അല്ലാഹ് നമ്മൾ പരിഹരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. റബ്ബ് തുണയ്ക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.